മൂസാ നബി അലൈഹിസ്സലാം തൂരിസീന പർവ്വതത്തിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ കാലിടറുകയാണ്, നിലത്തേക്ക് വീഴാൻ തുനിയുകയാണ്. പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ടവർ തൂരിസീന പർവ്വതത്തിലുള്ളതാകുന്ന മരച്ചില്ലയിലേക്ക് പിടുത്തിടുകയാണ്. ഈ ലോകത്തിന്റെ ജഗന്യനാവായ പരിപാലകനാകുന്ന പടച്ച റബ്ബ് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, യാ മൂസാ, കരീമുല്ലാഹി മൂസാ നബിയോട് പറയുകയാണ്, മൂസാ നബിയേ ഇനി ശ്രദ്ധിച്ചുകൊണ്ട് കാലുകൾ വെക്കണേ. കാരണം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നതായ 2 കരങ്ങൾ നിങ്ങളുടെ മാതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവർ വഫാത്തായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുന്നോട്ട് കാലുകൾ വെക്കുമ്പോ ശ്രദ്ധിക്കണേ. ഇതുവരെ നിങ്ങൾ വീഴാതെ മുന്നോട്ട് ഗമിക്കാനുള്ള കാരണം നിങ്ങളുടെ ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ഇപ്പോൾ ഉമ്മയില്ല, ഉമ്മ വഫാത്തായിട്ടുണ്ട്. അതുകൊണ്ട് കാലുകൾ വെക്കുന്നത് ശ്രദ്ധിക്കണേ എന്ന് ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാകുന്ന മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞുവെങ്കിൽ പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമത്തെ. നമ്മൾ എവിടെ പോയാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ 2 കരങ്ങളാണ് വാപ്പയും ഉമ്മയും എന്നറിയണേ. നീ വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്ത് പുറത്തിറങ്ങുമ്പോ, നീ കാറെടുത്ത് പുറത്തിറങ്ങുമ്പോ, വീടിന്റെ നാകുന്ന വാതിക്കൽ നിന്നുകൊണ്ട് പടച്ചറപ്പ് എന്നെ പൊന്നുമോനെ കാക്കണേ അല്ലാ എന്ന് ചാരുകസേരയിൽ ചുളുങ്ങിയതാകുന്ന കൈവരലുകൾ ഉള്ളതാകുന്ന ചുക്കിച്ചുളിഞ്ഞതാകുന്ന മോശമാകുന്ന വസ്ത്രം ധരിച്ച് നിന്റെ കൺമുന്നിൽ മോശമാകുന്ന വസ്ത്രം ധരിച്ചിരിക്കുന്ന പാവപ്പെട്ട ഉപ്പ, ആ ഉപ്പയുടെ ഒരൊറ്റ പ്രാർത്ഥന മതി പൊന്നുമോനെ. ഉമ്മ ജനലിന്റെ അടിയിലൂടെ നോക്കിയിട്ട് അല്ലാഹുവേ എന്റെ പൊന്നുമോനെ കാക്കണേ അല്ലാ, എന്റെ പൊന്നുമോളെ കാക്കണേ റബ്ബേ. പ്രവാസ ലോകത്തേക്കുള്ള യാത്രയാണ്, നീ ഖൈറലാക്കണേ അല്ലാ. വാപ്പയുടെയും ഉമ്മയുടെയും ഈ പ്രാർത്ഥന ലഭിക്കാതെ ഒരാളും ജീവിതത്തിൽ കടന്നുപോയിട്ടില്ല. അവരുടെ മന്ത്രിച്ചൂതലില്ലാതെ നിന്റെ ജീവിതത്തിൽ ഒരു ഖൈറിലേക്കും നീ പടവുകൾ കയറിയിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാമിനോട് പോലും അല്ലാഹു പറയുകയാണ്, മൂസാ ഇനി പർവ്വതത്തിലേക്ക് കയറുമ്പോ ശരിക്ക് ശ്രദ്ധിച്ചുകൊണ്ട് വരണേ. കാരണം നിനക്ക് വേണ്ടി ദുആ ചെയ്തിരുന്ന, നിന്നെ പേഴാതെ പിടിച്ചു നിർത്തിയിരുന്ന നിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അവർ വഫാത്തായിട്ടുണ്ട് എന്ന് അല്ലാഹു വ്യക്തമാക്കുകയാണ്. പഠിക്കണം നമ്മൾ ആര്? മൂസാ നബി ആര്? സുബ്ഹാനല്ലാഹ് അലൈഹിസ്സലാം. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനോട് പോലും അല്ലാഹു പറഞ്ഞു, ഇനി ശ്രദ്ധിച്ച് നടക്കിൻ, ഉമ്മ മരിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ച് നടക്കിൻ. പാപ്പായി ഉമ്മായി മരിച്ചവരൊക്കെ ശ്രദ്ധിച്ച് നടന്നോ? എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി വീഴാൻ തുടങ്ങാൻ. ഇതുവരെ നീ ആസ്വദിച്ചു, അവരുടെ തണലിൽ ആസ്വദിച്ചു. വാപ്പ മരിച്ചവരെ, ഉമ്മ മരിച്ചവരെ ഖേദിക്കിൻ. അവരുടെ കാൽക്കൽ വീഴാതെ, പൊരുത്തപ്പെടിക്കാതെ, അഹന്ത വെച്ചുകൊണ്ട്, സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ച് ഈ ദുനിയാവിൽ സർവ്വതും വെട്ടിപ്പിടിച്ച് സ്വന്തം മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തം പോലും കിട്ടാതെ ലോകത്തുള്ള സർവ്വതും വെട്ടിപ്പിടിച്ചിട്ടുണ്ട്. പക്ഷെ പിടിക്കേണ്ട പൊരുത്തം നീ പിടിച്ചിട്ടില്ല. പൊരുത്തം മാത്രം കിട്ടിയില്ല. അയൽവാസിയുടെ സ്ഥലമൊക്കെ നിന്റെ കയ്യിലുണ്ട്. ചിലർ കണ്ടിട്ടില്ലേ, അയൽവക്കക്കാർക്ക് വണ്ടി ഒന്ന് കയറിപ്പോകാനുള്ള സൗകര്യം പോലും ചെയ്തു കൊടുക്കൂല. ഒന്ന് വളച്ചു വെക്കാൻ, അവന്റെ മതിലൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്താൽ മതി, അതിന് സമ്മതിക്കൂല. അവിടെ നല്ല സ്ക്വയറായിട്ട് വിടുകയുള്ളൂ. അത്ര അഹന്ത. എന്താ കാരണം? അതുകൂടി നമുക്കിങ്ങോട്ട് പോരണം, അതുകൂടി നമുക്കിങ്ങ് കിട്ടണം. ഇങ്ങനെ ദുനിയാവ് വെട്ടിപ്പിടിച്ച് ഭൗതിക ലോകത്തിന് വേണ്ടി, അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടന്ന ആളുകൾ കിട്ടേണ്ടതാകുന്ന, പിടിക്കേണ്ടതായ കാല് പിടിച്ചില്ല. വാപ്പാടെ ഉമ്മാടെയും കാല് പിടിച്ചില്ല. അവർ ഖേദിച്ചോ? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അവരിപ്പോ ഇന്ന് പോയി, ഇന്ന് ഖബറിലാണ്, ഇന്ന് ചാലിൽ ഖബറിസ്ഥാനിൽ അവർ കിടക്കുകയാണ്. എന്താണ് അവരുടെ അവസ്ഥയെന്ന് അള്ളാഹു ആലം. അള്ളാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അള്ളാഹു ദറജ ഉയർത്തുമാറാവട്ടെ. നീ ഒന്നുമല്ലാതിരുന്ന കാലഘട്ടത്തെ പറ്റി ഒന്ന് ചിന്തിക്കണേ. എത്ര പ്രയാസം സഹിച്ചിട്ടാണ് ഉമ്മയും ഉപ്പയും ഈ ദുനിയാവിലേക്ക് നിന്നെ കൊണ്ടുവന്നത് എന്ന് ചിന്തിക്കണേ. നീ ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തെ പറ്റി നീ എന്താ ചിന്തിക്കാതെ പോകുന്നത്? നിനക്കൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് നീ കാണുന്ന ഒരവസ്ഥയ്ക്ക് മുമ്പ് ഒരു ലോകം. സുബ്ഹാനല്ലാഹ്. ഏതാണ് ആ ലോകം? ഉമ്മയുടെ ഉദരത്തിൽ 9 മാസം 10 ദിവസം നീ കഴിഞ്ഞതാകുന്ന ലോകം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ചിന്തിക്കണം ആ ലോകത്തെ പറ്റി. ഈ സദസ്സിൽ നിന്ന് തന്നെ ചിന്തിച്ചിട്ട് പോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകുമാറാവട്ടെ. ഉമ്മയുടെ ഉദരത്തിൽ നമ്മൾ കഴിഞ്ഞിരുന്ന കാലയളവ് ഒന്ന് ചിന്തിക്കാൻ സഹോദര സഹോദരിമാരെ, എല്ലാവരും ചിന്തിക്കും. നമ്മളൊന്നുമല്ലായിരുന്നു. ഇന്ന് കാണുന്നതായ ഈ വലിയ തസ്തിക, ഉയർന്നതാകുന്ന വിദ്യാഭ്യാസം, വലിയ മണിമാളികകൾ അള്ളാഹു നമുക്കിന്ന് നൽകി. നല്ല വാഹന സൗകര്യം നൽകി. ഏക്കർ കണക്കിന് ഭൂമി അള്ളാഹു നൽകി. സാമ്പത്തികമാകുന്ന വലിയ ആസ്തിയുള്ളവനാക്കി അള്ളാഹു നിന്നെ മാറ്റി. നല്ല ഒരു സുന്ദരിയായ ഭാര്യയെ അള്ളാഹു നിനക്ക് നൽകി. തരുണീമണികളാകുന്ന മക്കളെ അള്ളാഹു നിനക്ക് സമ്മാനിച്ചു. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു ഘട്ടം നിനക്കുണ്ടായിരുന്നു. നീ ഒന്നുമല്ലാതിരുന്ന ഇന്ന് 6 അടി പൊക്കമുള്ളവൻ, അല്ലെങ്കിൽ 5.8 ഇഞ്ച് പൊക്കമുള്ളതാകുന്ന മനുഷ്യൻ, ഇത്ര അടിയുള്ളവൻ, ഇന്ന് ഇതൊന്നുമില്ലാതെ 162 സെന്റിമീറ്റർ ഉയരമുള്ളതാകുന്ന ഈ വ്യക്തി, ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലാതിരുന്നതാകുന്ന ഒരു കാലഘട്ടം, ഉമ്മയുടെ ഉദരത്തിൽ ചെറിയതാകുന്ന ഒരു ബീജത്തുള്ളിയായി നീ നിലകൊണ്ട സാഹചര്യം ഒന്ന് ചിന്തിക്കുക. അള്ളാഹു ചോദിക്കുക, അങ്ങനെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് ഉമ്മയെക്കുറിച്ച് ചിന്തിക്കുക, ഉമ്മയുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ചിന്ത വന്ന് അങ്ങോട്ടൊന്ന് പോകും. നമ്മളിങ്ങനെ ദുനിയാവിന്റെ പുറകെ പോകുന്നത് കൊണ്ടാണ് പലരും മനസ്സിലാക്കാത്തത്. ഒന്ന് പുറകോട്ട് വരുന്നത് എപ്പോഴും നല്ലതാണ്, എങ്കിലേ മുന്നോട്ട് നല്ലതുപോലെ ഗമിക്കാൻ പറ്റുള്ളൂ, പോകാൻ പറ്റുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ദഹ്റിലൂടെ അല്ലാഹു ചോദിക്കുകയാണ്, ഹൽ അതാ അലൽ ഇൻസാൻ, മനുഷ്യ മാനവാ, നിനക്കൊരു ജീവിത കാലയളവ് അല്ലാഹു നൽകിയിട്ടില്ലയോ? ലം യകുൻ ശൈഅം മദ്കൂറാ, പറയപ്പെടുന്നതായ ഒരു തസ്തികയോ പറയപ്പെടുന്നതാകുന്ന ഒരു ജീവിത വ്യവസ്ഥിതിയോ അല്ലാഹു നിനക്കെത്തിക്കാത്തതാകുന്ന ഒരു കാലയളവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലയോ? ഉമ്മയുടെ ഗർഭാശയത്തിൽ നീ കഴിഞ്ഞു വരുന്നവനല്ലയോ? ഓരോ സഹോദരനും ഓരോ സഹോദരിയും ചിന്തിക്കും. നമുക്ക് അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ഉമ്മയുടെ ഗർഭാശയത്തിൽ 9 മാസം ഗർഭം ചുമന്ന് നമ്മൾ നിലകൊണ്ടു. إنا خلقنا الإنسان من نطفة أمشاج, പല ഘടകങ്ങൾ കൂടി ചേർന്നതായ ബീജത്തുള്ളിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ മാനവ നിന്നെ നാം സൃഷ്ടിച്ചുവത്രേ. പല ഘടകങ്ങൾ കൂടിച്ചേരുന്നതായ ബീജത്തുള്ളിയിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ പടച്ചത്. ശരിക്കും ശ്രദ്ധിക്കണേ, ശരിക്കും ശ്രദ്ധിക്കാൻ നല്ലതുപോലെ. വേറൊരായത്തിൽ അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി പറയാൻ, ശരിക്കും ശ്രദ്ധിക്കാൻ. ശാസ്ത്രം പോലും അത്ഭുതം കൂറിയ ചില ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين.
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഘടനയെ പറ്റി ഓർമ്മപ്പെടുത്തുകയാണ്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ. കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് പ്രഥമ മനുഷ്യനെ അള്ളാഹു പടച്ചത്. ശരിക്കും ശ്രദ്ധിക്കണേ. എന്നിട്ട് അള്ളാഹു പറയാൻ ദാ നമ്മളെയൊക്കെ സൃഷ്ടിപ്പിന്റെ ഘടനയെ കുറിച്ച് അള്ളാഹു പറയാൻ, ثم خلقنا النطفة علقة. ഉപ്പയുടേതാകുന്ന മുതുകിൽ കടന്നതായ നിന്നെ ആ ഉപ്പയുടെ ജനനേന്ദ്രിയത്തിലൂടെ ഉമ്മയുടേതാകുന്ന ഗർഭാശയത്തിലേക്ക് ബീജത്തുള്ളിയായി അള്ളാഹു കൊണ്ടുവരുകയാണ്. ആ ബീജത്തുള്ളിയാക്കി നിന്നെ മാറ്റിയതിനു ശേഷം ثم خلقنا النطفة علقة. ആ ബീജത്തുള്ളിയെ നാം രക്തക്കട്ടയാക്കി മാറ്റിയില്ലയോ? ഫഖലഖനൽ അലഖത മുളഗത. ആ രക്തക്കട്ടയെ നാം മാംസക്കട്ടയാക്കി മാറ്റിയില്ലയോ? ഫഖലഖനൽ മുളഗത ഇളാമാ. ആ മാംസക്കട്ടയെ നാം പിന്നീട് എല്ലുകൾ കൊണ്ട് പൊതിഞ്ഞില്ലയോ? ഫകസൗനൽ ഇളാമ ലഹമാ. ആ എല്ലുകളിലേക്ക് വീണ്ടും മാംസം കൊണ്ട് ഞാൻ പൊതിഞ്ഞില്ലയോ? ثم أنشأناه خلقا آخر. മറ്റൊരു മനോഹരമായ സൃഷ്ടി വൈഭവം അല്ലാഹു നടത്തുകയാണ്. ആ എല്ലുകൾ പൊതിഞ്ഞ മാംസത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായ ചർമ്മത്തെ അല്ലാഹു നൽകുകയാണ്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. മനുഷ്യ മാനവ മനോഹരമായി മനുഷ്യനെ സൃഷ്ടിച്ചതായ അല്ലാഹു അവനെത്ര ബറക്കത്തുടയവനാണ്, അവനെത്ര ഐശ്വര്യവാനാണ്. ഏറ്റവും ഉന്നതമായ രീതിയിലാണ് അല്ലാഹു മനുഷ്യനെ പടച്ചിട്ടുള്ളത്. ലോകത്തൊരു സൃഷ്ടിക്കും ഇതുപോലെ ഗ്ലാമർ ഇല്ല സഹോദരങ്ങളെ. നമ്മുടെ മൂക്ക് തന്നെ ചിന്തിക്കാൻ, അതിങ്ങനെ താഴോട്ട് വരേണ്ടതിന് വരം മേലോട്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? മേലോട്ടായിരുന്നു മൂക്കിപ്പൊടി ഇടാൻ സുഖമായിരുന്നു. രൂപം ശ്രദ്ധിക്കുക. നമ്മുടെ കോലം എങ്ങനെ ഉണ്ടാവും? നമുക്ക് വാ മുകളിൽ തന്നു, നേരെ താഴെ തന്നിട്ട് താഴെ തന്നത് മുകളിൽ നിന്ന് എങ്ങനെ ഉണ്ടാവും? അല്ലാഹു ആക്കട്ടെ. സൃഷ്ടിപ്പിന്റെ ഘടനയെ പറ്റി നമ്മളെന്താ ചിന്തിക്കാത്തത്? നിങ്ങളുടെ സ്വന്തം ശരീരത്തെ പറ്റി എന്തേ ചിന്തിക്കാത്തത്? അല്ലാഹ് ചോദിക്കുകയാണ്. ചിന്തിക്കാത്തത് എന്താ? ബുദ്ധി ആർക്ക കൊണ്ടുവന്ന് പണയം വെച്ചത് നിങ്ങൾ? എന്തേ ചിന്തിക്കാതെ പോയത് ഈ സമൂഹം? ഒന്ന് ചിന്തിക്കാൻ മനുഷ്യ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 40 ദിവസം കൂടുമ്പോഴാണ് ഇതിന്റെ പ്രക്രിയകൾ ഇങ്ങനെ നടക്കുന്നത്. ഈ രക്തക്കട്ട മാംസക്കട്ടയെ, ബീജത്തുള്ളി രക്തക്കട്ടയാകുന്നു, രക്തക്കട്ട മാംസക്കട്ടയാകുന്നു. ആ മാംസക്കട്ടയിലേക്ക് എല്ലുകൾ വന്ന് പൊതിയുന്നു. ആ എല്ലുകളിലേക്ക് വീണ്ടും മാംസം പൊതിയുന്നു. വീണ്ടും അതിന്റെ മുകളിൽ ചർമ്മം ഇട്ടു തരുന്നു. ഇതെല്ലാം പ്രക്രിയ നടക്കുന്നത് 40 ദിവസങ്ങൾ കൂടുമ്പോഴാണ്. ഹദീസ് സമയമില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഓതിത്തരായിരുന്നു. ആയത്തോ ഹദീസ് ഇഷ്ടം പോലെ ഉണ്ട് വിഷയത്തിൽ. ഉമ്മയെക്കുറിച്ച് ചിന്തിക്കാൻ ഇതൊക്കെ ഉപകാരപ്പെടും. ഉമ്മായും ഉപ്പായും ആരാണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പ് മനസ്സിലാക്കി. ഉമ്മയുടെ ഉദരത്തിൽ നമ്മൾ കഴിഞ്ഞു 9 മാസം 10 ദിവസവും ആ കാലയളവിലുള്ള സൃഷ്ടിപ്പ് അള്ളാഹു പറയുക. ഖുർആനിലുണ്ട്. സുബ്ഹാനല്ലാഹ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമാ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ 40 ദിവസങ്ങൾ കൂടുമ്പോഴാണ് ഘട്ടം ഘട്ടമായി പാകപ്പെടുത്തൽ ഉണ്ടാവൽ, പരിവർത്തനമുണ്ടാവൽ. 120 ദിവസത്തിലേക്ക് എത്തുകയാണ്. കേവലം ബീജത്തുള്ളിയായ നിന്നെ ഉമ്മയുടെ ഉദരത്തിൽ തന്നെ, ഉമ്മയുടെ ഗർഭാശയമെന്ന മനോഹരമാകുന്ന വലിയ ഫാക്ടറിയിൽ എല്ലാത്തിനും സൗകര്യപ്രദമാകുന്ന മനോഹരമാകുന്ന വലിയ ഫാക്ടറിയായി അല്ലാഹു ഉമ്മയുടെ ഉദരത്തെ മാറ്റിയില്ലയോ? ആ ഗർഭാശയത്തെ മാറ്റിയില്ലയോ? ലോകത്ത് ഒരാൾക്കും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത, ഒരാൾക്ക്
ആർക്കും ഇതുപോലെ കഴിയുകയില്ല, ഒരു സൃഷ്ടികൾക്കും ഇതുപോലെ സാധിക്കുകയില്ല. അല്ലാഹുവല്ലാതെ വേറൊരു മഖ്ലൂഖിനെ കൊണ്ട് സാധിക്കില്ല. ഖാലിഖായ പടച്ച റബ്ബിന്റെ മനോഹരമായ സൃഷ്ടി വൈഭവമാണ്. ഉമ്മയുടെ ഉദരത്തിൽ ഒരു ബീജത്തുള്ളിയായ നിന്നെ രക്തക്കട്ടയാക്കുകയാണ്. ആ രക്തക്കട്ട മാംസക്കട്ടയാക്കുകയാണ്. അതിലേക്ക് എല്ലുകൾ വരുകയാണ്. അതിലേക്ക് വീണ്ടും മാംസം വന്ന് പൊതിയുകയാണ്. വീണ്ടും അതിലേക്ക് ചർമ്മങ്ങൾ വന്ന് പൊതിയുകയാണ്. 120 വയസ്സ് 120 ദിവസത്തിലേക്ക് ഉമ്മയുടെ ഉദരത്തിൽ നീ എത്തുമ്പോ, 4 മാസം എത്തുമ്പോ, ഒരു മലക്കിനെ അല്ലാഹു പറഞ്ഞേക്കുകയാണ്. ഉമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവച്ഛവമായ കുഞ്ഞേ നിനക്ക് റൂഹ് ഊതപ്പെടുകയാണ്. ആ റൂഹാണ് ഇന്ന് നീ ശ്വാസോച്ഛ്വാസമായി കൊണ്ട് നടക്കുന്ന ഈ ആത്മാവ് എന്ന സബരി എന്ന് തിരിച്ചറിയണേ. അത് പോയാൽ സർവ്വതും ഖലാസാണ്, കഴിഞ്ഞതാണ്. അത് പോയാൽ പിന്നെ മരിച്ചു, കഴിഞ്ഞു. നാലാമത്തെ മാസം പൂർത്തിയാകുമ്പോഴാണ്, അഥവാ ഉമ്മയുടെ ഉദരത്തിൽ 120 ദിവസം നീ പ്രായമായപ്പോഴാണ് ഒരു മലക്കിനെ പറഞ്ഞയച്ചിട്ട് അള്ളാഹു ആത്മാവ് ഊതിയത്. അന്ന് കിട്ടിയ റൂഹ ഇത്. ഈ ആത്മാവുമായിട്ടാണ് നീ ശ്വാസമില്ലാത്ത പാവപ്പെട്ട ഉമ്മയുടെ നെഞ്ചത്തേക്ക് ചവിട്ടാൻ പോകുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. 4 മാസം എത്തുമ്പോഴാണ് കുഞ്ഞ് അനക്കം വെക്കുക. കല്യാണം കഴിഞ്ഞ് ഗർഭിണിയാകുന്ന സഹോദരിമാർ 4 മാസം എത്തുമ്പോഴത്തേക്കും വയറ്റിൽ ചെറിയ തുടിപ്പ്. ഭർത്താവിനോട് പറയും. ആ രാത്രിയിൽ ഉമ്മമാർക്ക് ഉറക്കയില്ല ഭാര്യയ്ക്ക്. ഭർത്താവ് ഒന്നിങ്ങനെ തൊട്ടൊക്കെ നോക്കും, ചെവി വെച്ച് നോക്കും, എന്താണ് സംഭവം. ചെറിയ ചെറിയ അനക്കം തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായി കുഞ്ഞ് കാലുറപ്പിക്കുന്നത് അവിടെയാണ്. ഇന്നിപ്പോ ഈ ഭൂമിയിൽ കാലുറപ്പിച്ച നീ ആദ്യമായി ചവിട്ടിയത് ഉമ്മയുടെ അടിപ്പള്ളയുടെ അടിഭിത്തിയിലാണ്. ആദ്യമായി നീ ചവിട്ടിയുന്നത് അവിടെയാണ്. ഉമ്മാടെ അടിപ്പള്ളയുടെ അടിഭിത്തിയിലേക്കാണ് നിന്റെ ചവിട്ട് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ആ പ്രിയപ്പെട്ട ഉമ്മയാണ് പിന്നെ നീ വലുതായപ്പോ ചവിട്ടി പിടിക്കാൻ ജാക്കി ജാൻ നെഞ്ചത്തേക്ക് ചവിട്ടി ഉമ്മാടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതേ കാലുപയോഗിച്ച് ആ ചവിട്ട് പിന്നെ ആദിക്കും കൂടി വേദന കൂടി പ്രയാസം വഹിക്കുകയാണ് ഉമ്മാക്ക്. 6 മാസം എത്തി, ഉമ്മ വല്ലാതെ പ്രയാസപ്പെടുന്നു. പിന്നെ ചവിട്ട് കൂടുകയാണ്. ചില കുട്ടികൾ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഈ സദസ്സിലുള്ളതാകുന്ന ആളുകൾ ഉമ്മമാര് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോയി ചോദിക്കണം, എന്റെ കുർസൃതി എന്തൊക്കെയായിരുന്നു ഗർഭധാരണ കാലയളവിൽ. ഉമ്മ പറഞ്ഞു തരും. ഉമ്മക്ക് ആ വിഷയമൊക്കെ നല്ല ഓർമ്മയുണ്ട്. മറ്റെന്ത് മറന്നാലും മക്കളുടെ കാര്യത്തിൽ ഉമ്മ വലിയ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. അത് ചോദിക്കണം, നമ്മൾ അറിയുന്നത് നല്ലതാണ്. പഴയ കാലഘട്ടം. ഇന്ന് നീ വലിയ ആളായി വലിയ ഷേഖായിട്ട് നടക്കാൻ നിന്റെ ചെറുപ്പ കാലഘട്ടത്തെ നീ ഒന്ന് അറിയൻ, സ്മരിക്കൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖുർആൻ ഓതിക്കൊണ്ട് വാപ്പായും ഉമ്മായും സഹിച്ച ത്യാഗങ്ങൾ ചെറുതല്ല, പ്രത്യേകിച്ച് ഉമ്മ. ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا. പഠിച്ചു വെക്കണേ കാവുന്തറയിലുള്ള സഹോദരങ്ങളെ, കോഴിക്കോടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, നിന്റെ ഉമ്മ ആരാണ്? ഉമ്മ ആരാണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഹമലതുഹു ഉമ്മുഹു ഖുർഹാ. ഒരുപാട് പ്രയാസം സഹിച്ചിട്ടാണ്, ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് നിന്റെ ഉമ്മ നിന്നെ ഉദരത്തിൽ കൊണ്ടു നടന്നത്. അവര് ഗർഭധാരണം നടത്തിയത് 9 മാസം ഉറക്കമില്ലാത്ത രാവുകളാണ്. എത്രയാണ് ഛർദിച്ചത്, എത്രയാണ് പ്രയാസപ്പെട്ടത്, എത്രയാണ് അവരുടെ ശരീരം ക്ഷീണിച്ചത്. പോഷകാഹാരങ്ങൾ കുറവുള്ളതാകുന്ന ശരീരത്തിൻ്റെതാകുന്ന എല്ലുകൾ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന കരിവുരണ്ട വസ്ത്രം ധരിച്ചതാകുന്ന വീടിന്റെ അകത്തളത്തിൽ
സങ്കടത്തിൽ കഴിയുന്നതായ പ്രിയപ്പെട്ട ഉമ്മയല്ലയോ, ആ ഉമ്മയുടെ ചുക്കിച്ചുളിഞ്ഞതാകുന്ന കൈകൾ കാണുമ്പോ ഒന്ന് കയ്യിലൊന്ന് പിടിച്ച് ചുംബിക്കാൻ മദ്രസയിൽ പോകുന്ന നിനക്ക്, സ്കൂളിൽ പോകുന്ന നിനക്ക് ഇന്ന് കഴിയുന്നില്ല. ഉമ്മയോട് വെറുപ്പാണ്. എന്നാൽ പൊന്നുമോനെ പൊന്നുമോളെ, ഈ പ്രിയപ്പെട്ട ഉമ്മ ശരീരം ക്ഷീണിക്കാനുള്ള കാരണം നീയാണ്. നിന്നെ നൊന്ന് പ്രസവിപ്പിച്ചതാണ്, നിനക്ക് വേണ്ടി മുലപ്പാല് നൽകിയതാണ്. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ചോര മുഴുവനും ഊറ്റി കുടിച്ചുകൊണ്ട് ദുനിയാവിൽ അഹന്തയോടുകൂടി നീ നടക്കുകയല്ലയോ. വഹംലുഹു വഫിസാലുഹു 30 ശഹറാ. പ്രിയപ്പെട്ട മാതാവ് സഹിച്ച ത്യാഗം ചെറുതല്ല. 9 മാസവും 10 ദിവസവും നിന്നെ ഗർഭം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. തീർന്നില്ല, നിന്നെ നൊന്ത് പ്രസവിക്കുകയാണ്. ശരീരത്തിന്റെ 22 എല്ലുകൾ ഒരേ സമയത്ത് ഒടിയുന്ന വേദനയാണ് ശാസ്ത്രം നിരീക്ഷിക്കുകയാണ്. ഒരുമ്മ പ്രസവ വേദന എടുക്കുന്നത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുവെങ്കിൽ എത്ര വലിയ വേദനയാണ് പ്രിയപ്പെട്ട മാതാവ് സഹിച്ചത്. നിന്നെ ഗർഭധാരണം നടത്തിയതും നിനക്ക് മുലപ്പാല് നൽകാൻ വേണ്ടിയും ഉമ്മ ചെലവഴിച്ചതായ കാലയളവ് 30 ശഹറാ, 30 മാസമാണ്. അല്ലാഹ് പറയാണ്. ഇന്നിപ്പോ ശാസ്ത്രം 19-ാം നൂറ്റാണ്ടിലാണ് പറയുന്നത്. ഈ ആയത്ത് ശരിവെക്കുകയാണ്. എന്താണ് ശാസ്ത്രം വളരെയേറെ അത്ഭുതം കൂറിയ ആയത്തുകളാണിത്. ഗർഭധാരണത്തിന്റെ കാലയളവും അതുപോലെ തന്നെ കുട്ടിക്ക് മുല കൊടുക്കുന്ന കാലയളവും കൂടി അള്ളാഹു പറയുന്നു. എത്രയാണ് മൊത്തം ഉള്ളത്? 30 മാസം. 30 ശഹ്റ. ശ്രദ്ധിക്കണേ, ഗർഭധാരണം അതുപോലെ തന്നെ മുലപ്പാല് കൊടുക്കുന്നത് എത്രയാണ്? എത്ര നാളെ കൊടുക്കേണ്ടത്? 1.5 വർഷം ആണോ? അല്ല, 2 വർഷം. 2 വർഷം പൂർത്തിയാക്കി കൊടുക്കണം. ചില ആളുകൾ പെൺകുട്ടികൾക്ക് 1.5 വർഷം, ആണുങ്ങൾക്ക് 2. കാരണം വലുതാകുമ്പോൾ ഇവന്റെ ചെലവിൽ കഴിയാമല്ലോ, റാഹത്തായി. മറ്റേത് പോകേണ്ടതല്ലേ എന്ന് ചിന്തിച്ച്